ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീനി ദിസ് വ്ലോഗിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് 10 മിനിറ്റിനകത്ത് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കപ്പിൽ 2.5 കപ്പ് റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബാസ്മതി റൈസാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വാരി ഒരു അരിപ്പയിലിട്ടിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുത്തിട്ട് റൈസ് തയ്യാറാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് ചൂടുവെള്ളമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ അളന്ന് 1 കപ്പ് എത്രയാണ് നമ്മൾ അരി എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ ഇരട്ടിയാണ് നമ്മൾ സാധാരണ വെള്ളം ഒഴിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ അങ്ങനെയല്ല കേട്ടോ ചെയ്യുന്നത്. കാരണം റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ളൊരു ഫ്രൈഡ് റൈസ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഊറ്റിയെടുക്കണം. കാരണം അരി ഒരുപാട് വെന്ത് പോകാനായിട്ട് പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ ഉപ്പ് വെള്ളത്തിലെപ്പോഴും കൂടി നിൽക്കണം. ആ ഒരു പരുവത്തിൽ വേണം കേട്ടോ ഉപ്പ് ആഡ് ചെയ്യാൻ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. നമ്മൾ ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിതിന് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതല്ല കേട്ടോ. ഇനി നമുക്ക് ആ ഉപ്പൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള അരി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അരി ഇട്ടതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഇളക്കി കൊടുക്കണ്ട. അരിയെല്ലാം ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ നമ്മുടെ അരി കണ്ട് മുക്കാലായിട്ട് വേവായിട്ടുണ്ട് കേട്ടോ. മുക്കാൽ വേവായിട്ടുണ്ട്. അപ്പോൾ അതേ ഞാൻ ഇനിയിപ്പം ഇത് വെള്ളം ഊറ്റി കളയാൻ പോവുകയാണ്. നമ്മൾ ഒരു അരിപ്പ എടുത്തിട്ട് അത് ഊറ്റിയെടുത്തിട്ട് വരാം. അതൊരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 4 മുട്ട ഉപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ലേശം കുരുമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തിട്ടെടുക്കാം. ഇത് നമ്മൾ മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഫ്രൈഡ് റൈസിന് അത്യാവശ്യം വേണ്ട വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഞാനൊരു 12 അളവിൽ ബീൻസ് എടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞു പോർഷൻ ക്യാബേജ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ 2 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ക്യാപ്സിക്കം വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, ഓപ്ഷനിലാണ്. പക്ഷെ ഞാനിപ്പം ഇതിൽ ആഡ് ചെയ്യുന്നില്ല. അപ്പം നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പം നമ്മൾ ഏത് പാത്രത്തിലാണോ തയ്യാറാക്കുന്നത് ആ ഒരു പാത്രത്തിലെടുക്കാം. അപ്പോൾ എൻ്റെ ഇത്രയും വലിയ നോൺ സ്റ്റിക്ക് ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു വലിയ ഉരുളി എടുത്തിട്ടുള്ളത്. ഇനി ഞാനതിലേക്ക് 1 സ്പൂൺ അളവിൽ മാത്രം നെയ്യ് ആഡ് ചെയ്യുവാണേ. അപ്പോൾ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്യാൻ താല്പര്യമെങ്കിൽ അത് ആഡ് ചെയ്താലും മതി. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്തിട്ടുള്ള വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ പോർഷൻ സവാളയുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഫ്രൈഡ് റൈസ് എന്ന് പറയുമ്പം എല്ലാം ഒരുപാട് വെന്ത് പോകാനായിട്ട് പാടില്ല. 1-2 മിനിറ്റ് മാത്രം അതൊന്ന് വഴറ്റിയെടുക്കാൻ മാത്രം മതി. അപ്പോൾ ഇത് നമുക്കൊരു 1-2 മിനിറ്റ് വഴറ്റിയെടുക്കാം. കാരണം ഫ്രൈഡ് റൈസ് എന്ന് പറയുന്ന ഒരു ചൈനീസ് ഡിഷാണ്. അപ്പം നമുക്കൊന്ന് വഴറ്റാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 3 വെജിറ്റബിൾസ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ലേശം ഉപ്പ് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളിതൊരു ഹൈ ഫ്ലെയിമിലിട്ടാണ് കേട്ടോ ഈ വെജിറ്റബിൾസ് വേവിക്കേണ്ടത്. കാരണം പറഞ്ഞല്ലോ ചൈനീസ് ഡിഷ് ആയതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിലിട്ടാണ് വേവിക്കേണ്ടത്. പക്ഷേ ഇത് നമ്മൾ സാധാരണ പച്ചക്കറികൾ വേവിക്കുന്ന പോലെ ഇതങ്ങനെ വെന്ത് പോകാനായിട്ട് പാടില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നത് കൊണ്ട് തന്നെ നമുക്ക് മക്കൾക്കത് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. രാവിലെ നമ്മൾ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്നും വേണ്ട. ഇതാകുമ്പോൾ കുഞ്ഞുങ്ങൾ ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യും. അവർക്ക് പെട്ടെന്ന് തന്നെ ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസൊക്കെ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവരുടെ വയറ്റിൽ വെജിറ്റബിൾസും പോകും. അപ്പോൾ ഇതും കൂടെ നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് നമ്മൾ വേവിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചിക്കൻ എടുത്ത് വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ആഡ് ചെയ്യാം. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ആ ഒരു പച്ച കളറ് പോകാൻ പാടില്ല കേട്ടോ ഈ വെജിറ്റബിൾസിൻ്റെ. എന്നാൽ മാത്രമേ കാണാനും ഒരു ഭംഗി ഉണ്ടാകത്തുള്ളൂ. ഒരുപാടങ്ങ് വെന്തും പോകാൻ പാടില്ല. ഇതും അതിൻ്റെ കൂടെ ഇട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് റെഡ് ചില്ലി സോസ് ആഡ് ചെയ്ത് കൊടുക്കുവാണേ. വളരെ കുറച്ച് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ സോയയും ആഡ് ചെയ്യാം. പക്ഷേ ഇന്ന് സോയ ആഡ് ചെയ്യുന്നില്ല. അതും കൂടെ ഇട്ട് നമുക്കിനി ഒന്ന് മിക്സ് ചെയ്യാം. സോയ ആഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു സമയത്ത് സോയ സോസ് വേണമെങ്കിലും ഈ ഒരു സമയത്ത് ആഡ് ചെയ്യാം. അതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ഏറ്റവും സിമ്മിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കാരണം നമ്മൾ ഇതിപ്പോൾ റൈസ് ആഡ് ചെയ്യാൻ പോവുകയാണേ. ഇപ്പോൾ നമ്മുടെ റൈസ് എടുത്ത് വെച്ചത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇത്രയും റൈസ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ വലിയൊരു പാത്രം
എടുത്തിട്ടുള്ളൂ. നമ്മൾ എടുത്തിട്ടുള്ള റൈസിൻ്റെ അളവിനനുസരിച്ചുള്ള പാത്രം എടുത്താൽ മതി. കാരണം നമുക്കിത് മിക്സ് ചെയ്യുമ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് ആയിരിക്കണം. അതുകൊണ്ടാണ്. നമുക്കിതിലേക്ക് ലേശം കുരുമുളക് പൊടി ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് തടിയുടെ സ്പൂണുകൾ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. നമ്മൾ സാധാരണ സ്റ്റീൽ സ്പൂൺ ആണെന്നുണ്ടെങ്കിൽ അത് കുഴഞ്ഞു പോവും നമ്മുടെ ചോറ്. അപ്പോൾ തടി സ്പൂണാകുമ്പം അതാണ് മിക്സ് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പം. അല്ലെങ്കിൽ രണ്ട് കൈകളിലും ഓരോ സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ ചെയ്യുന്ന പോലെ ഇങ്ങനെ പൊക്കി ആ ഒരു രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം നമുക്ക് തടി സ്പൂൺ ആകുമ്പോഴത്തേക്ക് ചോറ് കുഴഞ്ഞു പോകത്തില്ല. നമുക്കിത് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ചെറിയ ചൂടിലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. വളരെ സിമ്മിൽ മാത്രമാണ് ഞാനിപ്പം ഇട്ടിട്ടുള്ളത്. ഇത് നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് ഇനിയിപ്പം ലേശം മല്ലിയില നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ കുറച്ച് അളവിൽ മാത്രം മല്ലിയില ആഡ് ചെയ്താൽ മതി. പ്രത്യേകിച്ച് ഞാൻ ഗ്യാസിന് സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുക്കുവാണേ. അപ്പോഴത്തേക്ക് കഴിഞ്ഞു. നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം മക്കൾക്കൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് 10 മിനിറ്റിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ തലേ ദിവസം അരി വേവിച്ചിട്ട് ഇതേപോലെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് മാത്രം രാവിലെ തയ്യാറാക്കിയിട്ട് നമുക്ക് അതിലേക്ക് റൈസ് തട്ടിയിട്ട് ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാനൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.